നമസ്കാരം. ഞാൻ കലാമണ്ഡലം ഗിരിജ രാംദാസ്. നന്ദൻ ആർട്ടിസ്റ്റിക് അരീന എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നോട് പറയാൻ പോകുന്നത് മോഹിനിയാട്ടത്തിൻ്റെ ആഹാര്യത്തിനെ കുറിച്ചാണ്. അതായത് വേഷവിധാനങ്ങളും മേക്കപ്പിനെ കുറിച്ച്. പണ്ട് കാലങ്ങളിൽ വെള്ള സാരിയും ചുവപ്പോ കറുപ്പോ കലർന്ന നിറമുള്ള ബ്ലൗസുമായിരുന്നു മോഹിനിയാട്ടത്തിന് ഉപയോഗിച്ചിരുന്നത് അത്രേ. അത് ഇന്നത്തെ നിലയിലേക്കാക്കിയത് എൻ്റെ ഗുരുവും കലാമണ്ഡലത്തിലെ മേധാവിയും മോഹിനിയാട്ടത്തിൻ്റെ മേധാവിയുമായ കലാമണ്ഡലം സത്യഭാമ ടീച്ചറും അവരുടെ സഹപ്രവർത്തകരുമാണെന്ന് പറയപ്പെടുന്നു. അതായത് ഇന്നത്തെ രീതിയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചന്ദനക്കളറുള്ള സാരിയും ബ്ലൗസും കസവ് ബോർഡറോടുകൂടിയത്, മുടി ചുറ്റിക്കെട്ടി ഇടതുവശത്തായി കൊണ്ട കെട്ടി പൂ വയ്ക്കുന്നു, നെറ്റിയിൽ ചുട്ടി വയ്ക്കുന്നു, കമ്മൽ കൊടുക്കടക്കനും മാട്ടിയും, കഴുത്തിൽ നാഗപഴം, കാശിമാല തുടങ്ങി കുറച്ച് വലിയ മാലകൾ, അതായത് ദൂരെ നിന്ന് നോക്കുന്നവർക്ക് പോലും കാണത്തക്കതായ വലിയ മാലകളായിരുന്നു. പിന്നീട് അരയിൽ ഒടിയാണം, പാദങ്ങളിൽ ചിലങ്ക, പാദസരം വേണമെങ്കിലും ആവാം, കൈകളിൽ സ്വർണ്ണ നിറത്തോടു കൂടിയ വളകൾ, മോതിരങ്ങൾ എന്നിവയാണ് ആടയാഭരണങ്ങൾ. പിന്നീട് മുഖം വളരെ ലളിതമായ രീതിയിൽ മേക്കപ്പ് ചെയ്ത് ഫൗണ്ടേഷനിട്ട് നീട്ടി കണ്ണെഴുതി ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് അല്ലെങ്കിൽ ചുവന്ന എന്താ പറയുക മുക്കി ചോദിച്ചാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. ചുവന്ന പൊട്ടും ചന്ദനക്കുളിയും, പിന്നീട് ഉള്ളം കൈകളിലും പാദത്തിലും മൈലാഞ്ചിട്ട് ചുവപ്പിക്കുന്നു. ഇത്രയുമാണ് മോഹിനിയാട്ടത്തിൻ്റെ ആടയാഭരണങ്ങൾ. ഇതറിയാത്തവരാരും ഉണ്ടാവില്ല, എന്നാലും ഞാൻ ഒന്നുകൂടി പറഞ്ഞു തന്നേയുള്ളൂ. നന്ദി. എല്ലാവർക്കും നമസ്കാരം.